അമ്മേ, നീ എവിടെ പോകുന്നു? ഞാൻ ശ്രീമോളെ ഒന്ന് കണ്ടിട്ട് വരാം. പേപ്പട്ടി കടിച്ചു കിടക്കുന്ന ആ കുട്ടിയെ പരിഹരിക്കാൻ പോവുകയാണോ? നിനക്കെന്ത് ഭ്രാന്തുണ്ടോ? ആ കുഞ്ഞിന് ഞാനെന്ന് വെച്ച ജീവനാ. അത് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് പോയില്ലെങ്കിൽ മോശമില്ലേ അമ്മേ? ഒരു മോശമില്ല. സാധാരണ രോഗികളെ കാണാൻ പോകുന്നില്ലെന്നാണ് നിന്റെ വിചാരം? ആ കുട്ടിയുടെ അടുത്ത് നിനക്ക് ചെല്ലാൻ പറ്റുമോ? ദേ, 18-ാം തീയതി കല്യാണം നിശ്ചയാണ്. ഗൗതമൻ എങ്ങാനും അറിഞ്ഞാ ഗൗതമേട്ടന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഏതായാലും ഒന്ന് പോയിട്ട് വരാമേ. എനിക്ക് ശ്രീമോളെ കാണാതിരിക്കാൻ വയ്യ. അത്ര നിർബന്ധമാണെങ്കിൽ പോയേച്ചു വാ. ദേ, പിന്നെ ഒരു കാര്യം, ആ കുട്ടിയെ തൊടുകയും പിടിക്കുകയൊന്നും ചെയ്യരുത്. ദൂരെ നിന്ന് കണ്ടേച്ച് നീ എന്നെ ഇനി പോരണം. ദേവി, എന്റെ ശ്രീമോളെ കാത്തു രക്ഷിക്കണേ. ശീലമോള് വന്നോ? വളരെ സന്തോഷം. കുഞ്ഞിനെങ്ങനെ ഇരിക്കുന്നു? ഒന്നും പറയാറായിട്ടില്ല. എവിടെയാ കിടക്കുന്നത്? നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞു പോയാൽ അവസാനത്തെ വാർഡാ ഐസൊലേഷൻ വാർഡ്. ഞാൻ കൂടെ വരണോ? വേണ്ട. ഷീല വിവരം അറിഞ്ഞു വരികയാണോ? അതെ സർ. അസുഖമായതുപോലെ അവൾ ആന്റിയെ മാത്രമാണ് വിളിക്കുന്നത്. വരൂ. ശ്രീമോളെ. ശ്രീമോളെ, മോളെ, നിന്റെ ആന്റി വന്നിരിക്കുന്നു. ശ്രീമോളെ. അവളെ തൊടണ്ട. വരൂ. ഞാനും ഡോക്ടറും നഴ്സും അല്ലാതെ ഇതുവരെ മറ്റാരെയും ആ മുറി കയറ്റിയിട്ടില്ല. ആന്റിയെ കാണണമെന്ന് മോൾ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് മാത്രമാ നിങ്ങളെ ഞാൻ അവളുടെ അടുത്ത് കൊണ്ടുവന്നത്. എന്റെ ശ്രീമോളെ ഞാൻ നോക്കിക്കൊള്ളാം. ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. എനിക്ക് എന്ത് സംഭവിച്ചാലും ശ്രീമോളെ ഞാൻ ശുശ്രൂഷിച്ചോളാം. I can understand your affection, but സർ പ്ലീസ്. നിങ്ങൾ ഡോക്ടറെ കാണൂ. അദ്ദേഹം അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുവദിച്ചാൽ ഇറ്റ്സ് ലെഫ്റ്റ് ടു യു. ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങിയത്. അതൊരു ദൈവാധീനമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നു. കുഞ്ഞിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് ഡോക്ടർ? ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇഞ്ചക്ഷൻ തീർന്നു കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ നോക്കൂ. ലെറ്റ് us hope for the best. നിങ്ങൾ കുട്ടിയെ പരിചരിക്കാൻ തീരുമാനിച്ച നിലയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. എടുക്കാം സർ. സിസ്റ്റർ, യെസ് ഡോക്ടർ. give her an antivenin injection. യെസ്, വരൂ.